ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. ഓം. എല്ലാവർക്കും നമസ്കാരം. കനകധാരാ സ്തോത്രത്തിൻ്റെ അവസാനത്തെ ശ്ലോകമായ 20ാമത്തെ ശ്ലോകം കൂടാതെ ഫലശ്രുതിയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. അമ്മയോടുള്ള ഏത് പ്രാർത്ഥനയിലും അവസാനം നമ്മുടെ അങ്ങ് ശരണാഗതി ചെയ്യുകയാണ് ചെയ്യുക. ഏറ്റവും നല്ല പ്രാർത്ഥന. ഇപ്പം നാരായണീയമൊക്കെ നോക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയുടെയും ലക്ഷണം, നല്ല പ്രാർത്ഥന അല്ലെങ്കിൽ നല്ലൊരു സ്തോത്രകൃതിയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവസാനം ഒരു ശരണാഗതി, അല്ലെങ്കിൽ അതിൽ ശരണാഗതി ഉണ്ടാകും. തന്നെ സമർപ്പിക്കുന്നത്, തനിക്ക് വേറൊരാശ്രയവുമില്ല എന്ന രീതിയിൽ അവസാനമായി അമ്മയുടെ പദാരബിന്ദങ്ങളിൽ ശരണാഗതി ചെയ്യുമ്പോഴുള്ള ആ ഒരു സമർപ്പണത്തിലാണ് ആ സ്തോത്രത്തിൻ്റെ വൈശിഷ്ട്യം കൂടുന്നത്. ഏറ്റവും മഹത്തായ കൃതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാരായണീയമൊക്കെ നോക്കുമ്പോൾ അല്ലേ, യോഗീന്ദ്രാണാം തുതങ്വേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം അജ്ഞാത്വാ തേ മഹത്വം പറഞ്ഞു. സ്തോത്രം ചെയ്തത് സഹസ്രോത്തരമധികശതം ത്വത്പ്രസാദായ ഭൂയ. ഭഗവാനായിട്ട് സമർപ്പിച്ച് ഭഗവാന് നാരായണന് വേണ്ടി കൃതിയായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു സമർപ്പണമാണ്, ഐക്യഭാവം അതിൽ വരികയാണ്. അതേപോലെ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി പ്രദീപജ്വാലാഭർ ദിവസകര നീരാജന വിധി അങ്ങനെയാണ്. അപ്പോൾ എല്ലാം അമ്മയെ വാക്കുകളുടെ ജനനി, അമ്മയ്ക്ക് ഈ വാക്കുകൾ അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശരണാഗതിയാണ് കനകധാരാസ്തോത്രത്തിനും പറയുന്നത്. അതിൽ 20ാമത്തെ ശ്ലോകം നോക്കുക, ഒരു അപേക്ഷയും പ്രാർത്ഥനയും ശരണാഗതിയും, വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. അമ്മ തന്നെയാണ് ലക്ഷ്യം, അമ്മ തന്നെയാണ് എനിക്ക് ഏകാശ്രയമായ ഗതി. ഗതിസ്ത്വം ത്വമേകാ ഭവാനി എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം നമുക്ക് നോക്കാം. 20ാമത്തെ ശ്ലോകം. കമലേ കമലാക്ഷവല്ലഭേ കമലേ കമലാക്ഷവല്ലഭേ ത്വം കരുണാപൂരതരംഗിതൈരഭാംഗൈ കമലേ കമലാക്ഷവല്ലഭേ ത്വം കരുണാപൂരതരംഗിതൈരപാംഗൈ അവലോകയ മാം അകിഞ്ചനാനാം പ്രഥമം പാത്രമ കൃത്രിമം ദയായാഃ കമലേ കമലാക്ഷവല്ലഭേ ത്വം കരുണാപൂരതരംഗിതൈരപാംഗൈ അവലോകയ മാം അകിഞ്ചനാനാം പ്രഥമം പാത്രമകൃത്രിമം ദയായ പ്രഥമം പാത്രമകൃത്രിമം അകൃത്രിമം ദയായ കമലേ കമലാക്ഷവല്ലഭേ ത്വം കരുണാപൂരതരംഗിതൈരപാംഗൈ അവലോകയ മാമകിഞ്ചനാനാം പ്രഥമം പാത്രമകൃത്രിമം ദയായാഃ കമലേ കമലാക്ഷവല്ലഭേ ത്വം. താമരക്കണ്ണോടുകൂടിയവളെ, താമരക്കണ്ണിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും പ്രകാശിക്കുന്ന, താമരയുടെ സൗന്ദര്യം എത്രത്തോളമുണ്ടോ അത്രയും സൗന്ദര്യം അമ്മയുടെ കണ്ണുകളിലുമുണ്ട്. ആ താമര ഇതൾ പോലെ സൗന്ദര്യവും സൗരഭ്യവുമുള്ള, അത്രയും പ്രസന്നമായ സൗന്ദര്യാതിരേകത്താൽ ഏറ്റവും പ്രകാശമാനമായിരിക്കുന്ന കണ്ണുകളോടുകൂടി, താമര ഇതളിൻ്റെ കണ്ണുകളോട് സദൃശമായ കണ്ണുകളോടുകൂടി അമ്മയെ കമലാക്ഷവല്ലഭേത്തെ, അങ്ങനെ കമലാക്ഷവല്ലഭൻ താമരക്കണ്ണൻ്റെ വല്ലഭയുമായ ദേവി, താമര കണ്ണോട് കൂടിയവളെ, താമരക്കണ്ണൻ്റെ വല്ലഭയായിരിക്കുന്നവർ, നാരായണൻ്റെ
വല്ലഭയായിരിക്കുന്നവളെ, കരുണാപൂര തരംഗിതൈരവാംഗൈ, നിന്റെ കരുണയാകുന്ന കടക്കൺ കൊണ്ട്, ആ കടാക്ഷം കൊണ്ട്, ആ ആർദ്രത, കരുണയാകുന്ന കരുണാപൂരതരംഗിതൈരവാംഗൈ, എൻ്റെ കരുണയാകുന്ന ആ ആർദ്രത കൊണ്ട്, തിരയടിക്കുന്ന കടക്കണ്ണുകളെ കൊണ്ട്, കരുണയാകുന്ന കരുണാസാഗരമാണ് ജഗദീശ്വരി. ആ കരുണാസാഗരമാകുന്ന ആ കാരുണ്യക്കടൽ അമ്മയുടെ കടൽ കാണും. ആ കാരുണ്യക്കടലിൽ അതിലൊരു കടക്കണ്ണിട്ട് നോക്കുമ്പോൾ അത് തിരയടിക്കുന്ന പോലെയാവും അല്ലേ? കടലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അല്ല ചെറിയൊരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അതിലൊരു വേറൊരു ചലനം വരുമ്പോൾ ഒരു തിരയായി ഇങ്ങനെ പരിലസിക്കും. അപ്പം കരുണയാകുന്ന ആ കടലിൽ, കാരുണ്യമാകുന്ന ആ കടലിൽ കടക്കൺ നോക്കുമ്പോൾ അത് തിരയടിക്കും. ഇപ്പം കടക്കൺ, തിര വരുന്നത് കടക്കണ്ണാണ്, അമ്മയുടെ കടാക്ഷമാണ് ആ കാരുണ്യക്കടലിൽ ഇങ്ങനെ തിരകളായി വരുന്നത്. ആ കടലിലെ തിരയായിക്കൊണ്ട് ദരിദ്രതയിൽ വെച്ച് ഏറ്റവും വലിയ ദരിദ്രൻ, പ്രഥമ പാത്രമായി ദരിദ്രന്മാരിൽ വെച്ച് ഒന്നാമനും, ദയയ്ക്ക് അമ്മയുടെ ആ കാരുണ്യത്തിന് യഥാർത്ഥമായ പാത്രമായിരിക്കുന്ന എന്നെ ജഗദീശ്വരി അമ്മേ അവലോകയമാം, എന്നെ ഒന്ന്, അങ്ങനെയുള്ള ജഗദീശ്വരി, ദരിദ്രന്മാരിൽ ദരിദ്രനായ എന്നെ, ദയാവായ്പയുടെ ദയ നൽകാൻ ആരാണോ ആദ്യം ആ വരിയിൽ നിൽക്കുന്നത്, അതിന് അർഹതയുള്ള എനിക്ക്, ദരിദ്രന്മാരിൽ ദരിദ്രനായ എനിക്ക് അമ്മേ, അമ്മയുടെ കടക്കൺ നോട്ടം ഒന്ന് നൽകണമേ എന്നൊരു പ്രാർത്ഥനയാണ്. അവസാനം ഒരു ഗതിയും ഇല്ല, വേറെ ഒന്നും രക്ഷിക്കാനില്ല. ഗജേന്ദ്രൻ്റെയൊക്കെ ഒരു അവസ്ഥ വരുന്ന സമയത്താണ്. ഭൗതികമായും ആധ്യാത്മികമായിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുമ്പോൾ ആശ്രയിക്കാൻ പറ്റിയ ആ പാദരേണുക്കളാണ് മഹാലക്ഷ്മിയുടെ പാദരേണുക്കൾ. അത് നാരായണനോടുകൂടിയ മഹാലക്ഷ്മി. കമലേ കമലാക്ഷവല്ലഭേത്വാം, കമലേ കമലാക്ഷവല്ലഭേത്വാം എന്നും കമലേ കമലാക്ഷവല്ലഭേത്വം, കമലേ കമലാക്ഷവല്ലഭേ തേ എന്നും കാണുന്നുണ്ട്. അപ്പം കമലേ കമലാക്ഷവല്ലഭേത്വം, കമലാക്ഷവല്ലഭയായ താമരനയനിയായ പത്മനയനിയായ ജഗദീശ്വരി അമ്മയുടെ ആ കാരുണ്യക്കടലാകുന്ന അമ്മയുടെ ആർദ്രത, അതിലെ കടക്കണ്ണാകുന്ന തിര എന്നിൽ വന്ന് പതിക്കണമേ ജഗദീശ്വരി. കാരണം ദരിദ്രന്മാരിൽ ഏറ്റവും വലിയ ദരിദ്രൻ ഞാനാണ് എന്നൊരു കാര്യം പറയുന്നു. എന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്? രണ്ട് രീതിയിൽ പറയുന്നു. ഒന്നുമില്ല, ഭൗതികമായിട്ടും വളരെ കഷ്ടപ്പാട്, അതാത് ദിവസത്തെ തള്ളി നീക്കാനായിട്ട് ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രഭാവലയം, പ്രതീക്ഷയുടെ ഒരു പ്രഭാവലയം ഇല്ലാതിരിക്കുന്നതാണ് ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത രീതിയിൽ ഉള്ളതും ദാരിദ്ര്യമാണ്. 1000 ഉള്ളതും 10,000 രൂപ കിട്ടിയാൽ തൃപ്തിയാകുന്നവരുണ്ട്. എന്നാൽ 1,00,000 കിട്ടിയാൽ തൃപ്തിയായില്ലെങ്കിലും അത് ദാരിദ്ര്യം തന്നെയാണ്. അപ്പം എല്ലാവിധത്തിലും ഒരു ദരിദ്രനാണ് നമ്മൾ ഒരു രീതിയിൽ നോക്കിയാൽ. എന്തെങ്കിലും ഇതിലൊക്കെ ഒരു കുറവുണ്ടാവും. അത് ഹിതമായ കാര്യങ്ങളിലാണ് കുറവെങ്കിൽ അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്. കരുണ കാണിക്കുന്നതിലെ ദാരിദ്ര്യം, സൗമ്യമായി പെരുമാറുന്നതിലുള്ള ദാരിദ്ര്യം, സ്നേഹം കാണിക്കുന്നതിനുള്ള ദാരിദ്ര്യം, അതിലൊക്കെ അതിദരിദ്രന്മാരാണ് നമ്മൾ അല്ലേ? ഐശ്വര്യമുള്ളവരിൽ ദരിദ്രരായിട്ടുണ്ടാവും, ധനമില്ലാത്തതുണ്ടാവും, അതൊക്കെ ദാരിദ്ര്യമാണ്. അപ്പം അങ്ങനെയുള്ള ദാരിദ്ര്യം, ഇപ്പം ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഈ അഷ്ടൈശ്വര്യങ്ങളെല്ലാം വരുമ്പം ഈ പറയുന്ന എല്ലാത്തിനെയും കവർ ചെയ്യുന്നതാണ്. അപ്പം ഈ ദരിദ്രതയൊക്കെ മാറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ദാരിദ്ര്യത്തിൽ ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന എന്നെ അമ്മയുടെ ദയാപാത്രത്തിന് ഏറ്റവും അർഹനായവരും ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരേ സമയം തനിക്ക് ഒന്നുമില്ല എന്നും എന്നാൽ തനിക്ക് ആ ഒരു അർഹതയുണ്ട്. ദയാവായ്പയ്ക്ക്, അമ്മയുടെ കടക്കണ്ണോട്ടത്തിന്, അമ്മയുടെ ദയക്കായി ഏറ്റവും ആദ്യം നിൽക്കാൻ അർഹതയുണ്ട് എനിക്ക് എന്ന് പറയുന്നതും ഇയാൾ തന്നെയാണ്. ശങ്കരാചാര്യരുടെ വചസ്സുകളാണ് ഇതൊക്കെ. അപ്പം ആ ഒരു ഭാവത്തിൽ അമ്മയെ അവലോകയമാം, എന്നെ ഒന്ന് കടക്കണ്ണിട്ട് നോക്കിയാലും എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് കനകധാരാ സ്തോത്രത്തിലെ 20ാമത്തെ ശ്ലോകം വെച്ച് കനകധാരാ സ്തോത്രം പര്യവസാനിക്കുന്നത്. തുടർന്ന് കനകധാരാ സ്തോത്രത്തിൻ്റെ ഫലശ്രുതിയുണ്ട്. ആ കനകധാരാ സ്തോത്രത്തിൻ്റെ ഫലശ്രുതി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. ഓം തത്സത്.